അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എന്നെ ഓർക്കുവാൻ നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള സത്യവിശ്വാസികൾ വിജയം വരിച്ചു. ഈ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. നിസ്കാരം എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. ജീവിത വിജയത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന നമ്മുടെ നമസ്കാരം കൃത്യമാണോ എന്ന് സ്വന്തമായി വിലയിരുത്തിയിട്ടുണ്ടോ? ഇനി വിലയിരുത്തിയാലും മനസാന്നിധ്യം വട്ടപൂജ്യമായിരിക്കുമല്ലേ? ഇസ്ലാം എത്ര കാർക്കശ്യത്തോടെയാണെന്നറിയാമോ നിസ്കാരത്തെ കണ്ടത്? കലായ ഓരോ നിസ്കാരവും ഭക്ഷണം കഴിക്കുക, വിസർജനത്തിന് പോവുക എന്നീ സമയങ്ങൾ ഒഴിച്ചുള്ള സമയങ്ങളിൽ കലാ വീട്ടാൻ ചെലവഴിക്കണം. നമ്മളെല്ലാവരും ഒരു വക്ത് പോലും കല ആക്കാതെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ എത്ര പേർക്ക് മനസാന്നിധ്യം കിട്ടാറുണ്ട്? ഭയഭക്തിയോടെ ഒരു റക്അത്ത് നിസ്കരിക്കുന്നത് അശ്രദ്ധയോടെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഇത് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. മനസാന്നിധ്യമില്ലാത്ത നിസ്കാരം കൊണ്ട് പ്രതിഫലമല്ല, ശിക്ഷ കിട്ടാനാണ് സാധ്യത എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. നിസ്കാരത്തെ ഒരു മനുഷ്യനോട് ഉപമിച്ചാൽ നിസ്കാരത്തിലെ ആത്മാർത്ഥതയും ഭയഭക്തിയും ഹൃദയ സാന്നിധ്യവും അയാളുടെ ആത്മാവാണ്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ ആ മനുഷ്യൻ്റെ ഹൃദയവും. ഈ പറഞ്ഞ ആത്മാവോ ഹൃദയമോ ഇല്ലെങ്കിൽ മനുഷ്യനില്ല, ശരീരമില്ലെങ്കിലും മനുഷ്യനില്ല. അതുപോലെ ഭയഭക്തിയും ഫർളുകളുമില്ലാതെ നിസ്കാരവുമില്ല. മേൽപ്പറഞ്ഞ ഖുർആൻ വചനത്തിൽ ഭയഭക്തിയുള്ള ആളുകൾ നിസ്കാരക്കാർ വിജയിച്ചു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യം നിസ്കരിക്കുന്ന ഓരോരുത്തരും ഗൗരവപൂർവ്വം ഉൾക്കൊള്ളണം. കാരണം നിസ്കാരം മനഃശുദ്ധി വരുത്താനും അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താനും ഈമാൻ ശക്തിപ്പെടുത്താനുമാണ്. അള്ളാഹുമായുള്ള ഒരഭിമുഖമാണത്. ആ അഭിമുഖത്തിൽ അശ്രദ്ധ അരുത്. ഖുർആൻ ഓത്ത്, ദിക്ർ എന്നിവ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് വിനയം കാണിക്കലും പ്രാർത്ഥിക്കലുമാണ്. നിസ്കാരത്തിൽ ആന്തരികമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിൽ അപ്പോഴുള്ള ഓരോ കർമ്മത്തിലും മുഴുകണം. ഇത് ദൃഢനിശ്ചയം അത്യാവശ്യമാണ്. മനസ്സിന് ഇഷ്ടം ദുനിയാവിലെ കാര്യങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിക്കാനാണ്. നിസ്കാരത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് പുറത്തെല്ലാം ചുറ്റിത്തിരിയും. ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും മൂത്തിൻ്റെയും ദിക്റുകളുടെയും അർത്ഥം ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ മഹത്വം അറിയണം. ഞാൻ നിന്ദ്യനും നിസ്സാരനും അള്ളാഹുവിൻ്റെ അടിമയുമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഈ തിരിച്ചറിവ് ഹൃദയത്തിൽ നിറച്ചാൽ അള്ളാഹുവിനോട് ഭയവും ഭക്തിയും ആദരവും ഉണ്ടായിത്തീരും. അള്ളാഹു തന്നെ സൃഷ്ടിച്ചു. വാനലോകങ്ങളും ഭൂമിയും കടലും കരയും എണ്ണിയാൽ തീരാത്തത്ര കോടാനുകോടി ജൈവ വസ്തുക്കളും സൃഷ്ടിച്ചു. അവൻ സർവശക്തനാണ്, അണ്ഡകടാഹങ്ങളുടെ ഉടമസ്ഥനാണ്. താൻ അഭിമുഖീകരിക്കുന്നത് ഈ സർവശക്തന് മുൻപിലാണ്. ഇതുപോലുള്ള റബ്ബിൻ്റെ മഹത്വങ്ങൾ ഓർക്കണം. അപ്പോൾ ഹൃദയത്തിൽ ഭയം നിറയണം. നിസ്കാരത്തിന് പ്രതിഫലമായി അള്ളാഹു സ്വർഗം തരുമെന്ന പ്രതീക്ഷ വേണം. താൻ ഇബാദത്തിന് വീഴ്ച വരുത്തുന്നുണ്ട്, അള്ളാഹുവിനോടുള്ള കടമകൾ വേണ്ട വിധം ചെയ്യുന്നില്ല, തൻ്റെ മനസ്സ് നിഷ്കളങ്കമല്ല. ഞാൻ ഐഹിക നേട്ടങ്ങൾ കൊണ്ടാണ് നമ്മൾ മുൻഗണന നൽകുന്നത്. ഞാൻ പരലോകത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു തന്നോട് ഗൗരവത്തോടെ പറഞ്ഞവ എല്ലാ കാര്യങ്ങളും ഞാൻ നിസ്സാരമായിട്ടാണ് കാണുന്നത്. എൻ്റെ മനസ്സിലെ എല്ലാ ചിന്തയും അറിയുന്നവനാണ് അള്ളാഹു. ഇത്തരം ചിന്തകൾ നിലനിർത്തുകയും ചെയ്യണം. ഇനി നിസ്കാരത്തിൽ അശ്രദ്ധ വരാതിരിക്കാൻ പുറമേ നിന്ന് വല്ല ശബ്ദമോ മറ്റോ കേട്ട് ശ്രദ്ധ തിരിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത ആദ്യം തന്നെ ചെയ്യുക. അത്തരം സ്ഥലത്ത് നിൽക്കാതിരിക്കുക. കണ്ണുകളെ മുന്നിൽ തന്നെ കേന്ദ്രീകരിച്ച് നിർത്തുക. റോഡിലും ചിത്രമുള്ള സ്ഥലത്തും വർണ്ണപ്പകിട്ടാർന്ന മുസ്വല്ലകളും നിസ്കരിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. നിസ്കാരത്തിൽ നിൽക്കുന്നതിന് മുൻപ് ദുനിയാവുമായുള്ള ബന്ധപ്പെട്ട ചിന്തയകറ്റി പരലോക ചിന്ത ഹൃദയത്തിൽ നിറയ്ക്കുക. മനുഷ്യരെയും വിചാരണയും അതിനണിയണിയായി നിർത്തപ്പെടുന്നതും ഓർക്കുക. ബാങ്ക് വിളി കേൾക്കുമ്പോൾ അന്ത്യദിനത്തിലെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ കാഹളമൂത്ത് ഓർക്കുക. ബാങ്കിന് ഉത്തരം കൊടുക്കാൻ നിസ്കരിക്കാൻ ബാഹ്യമായും ആന്തരികമായും ഉടനെ ഒരുങ്ങുക. ഓർക്കുക, ബാങ്കിന് വേഗം ഉത്തരം ചെയ്യുന്നവൻ അന്ത്യനാളിലെ മഹാസഭയിലേക്ക് വളരെ സൗമ്യമായി വിളിക്കപ്പെടും. നിസ്കാരം കാരണത്താൽ ദുനിയാവിലെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? പ്രയാസങ്ങളെ അള്ളാഹു നീക്കും, ദുഃഖങ്ങളെയും ദുഃഖാകുല ചിന്തകളെയും അകറ്റും, ഭക്ഷണമാർഗത്തെ എളുപ്പമാക്കും, ഹൈറായ കാര്യങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കും, ഗുണകരമായതിന് സഹായിക്കും, റഹ്മത്ത് ലഭിക്കാൻ കാരണമാകും, ഹൃദയത്തിന് ശാന്തി നൽകും, മുഖത്തെ പ്രകാശിപ്പിക്കും, അലസത ഇല്ലാതാക്കും, അവയവങ്ങൾക്ക് ഉന്മേഷം നൽകും, ഹൃദയ വിശാലത ലഭിക്കും, ആത്മാവ് സംസ്കരിക്കപ്പെടും, അനുഗ്രഹങ്ങൾക്ക് കാവലാകും, ബുദ്ധിമുട്ടുകളെ തടയും, ബർക്കത്ത് വലിച്ചു കൊണ്ടുവരും, പിശാചിൽ നിന്നകലും, അള്ളാഹുവിലേക്ക് അടുക്കും, ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും സംരക്ഷണം
സംരക്ഷണത്തിന് നിസ്കാരത്തിന് അത്ഭുതകരമായ സ്ഥാനമുണ്ട്. നിസ്കാരം അതിൻ്റെ ഹക്ക് പ്രകാരം നിർവഹിച്ചാൽ ദുന്യവിയായ ആഫത്തുകളെ തടയുന്നതിൽ അതിന് പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം നിസ്കാരം ദാസൻ യജമാനിലേക്കുള്ള ഒരു മാർഗമാണ്. ഇത് ചേർക്കേണ്ട വിധം ചേർത്താൽ അള്ളാഹുവിന് അവന് ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ഷർറിൻ്റെ കവാടങ്ങൾ അവനെ തൊട്ട് തടയുകയും ചെയ്യും. രക്ഷയുടെ താക്കോലാണത്. മോശമായ സ്വഭാവങ്ങളിൽ നിന്നും അവൻ സംസ്കരിക്കപ്പെടും. ഒരു മുഷിപ്പുണ്ടാക്കുന്നതോ ദുഃഖമുണ്ടാക്കുന്നതായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. അതിനാൽ നിനക്കൊരു പ്രയാസമുള്ള കാര്യം വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കുക. നിന്റെ പ്രയാസം നിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറയുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് ഉത്തരം നൽകും, തീർച്ച. അലി റളിയല്ലാഹു അൻഹുവിന് നിസ്കാര സമയമായാൽ ശരീരം ഭയത്താൽ വിറയ്ക്കും, മുഖം വിവർണമാകും. അദ്ദേഹത്തോട് ചോദിക്കപ്പെടും, അമീറുൽ മുഅ്മിനീൻ, അവിടത്തേക്ക് എന്തു പറ്റി? അവർ പറയും, അമാനത്തിൻ്റെ സമയമായി. അള്ളാഹു അമാനത്തിനെ ആകാശം, ഭൂമി, പർവ്വതങ്ങൾ എന്നിവയിലൊക്കെയും വെളിവാക്കി. അവരൊന്നും അത് ഏറ്റെടുത്തില്ല, നാം അത് ഏറ്റെടുത്തു. അലി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഉളുവെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിറത്തിന് ഭയത്താൽ മാറ്റം വരും. അഹ്ലുകാർ ചോദിക്കും, അങ്ങേക്ക് എന്തു പറ്റി? അദ്ദേഹം പറയും, ഞാൻ ആരുടെ മുമ്പിലേക്കാണ് മുനാജാത്തിന് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഖാതിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, നിങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ്? മഹാൻ മറുപടിയേകി, നിസ്കാരത്തിൻ്റെ സമയമായാൽ ഞാൻ വുളുവിനെ നന്നാക്കും. നിസ്കരിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ ചെല്ലും. എൻ്റെ അവയവങ്ങളെല്ലാം ഞാൻ ഒരുക്കി തയ്യാറാക്കും. പിന്നെ ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. വിശുദ്ധ കഅബയെ ഞാൻ മുൻഭാഗത്ത് കാണും. സിറാത്ത് പാലത്തെ എൻ്റെ കാലടിയിലുള്ളതായി ഞാൻ കാണും. എൻ്റെ വലതുഭാഗത്ത് സ്വർഗവും ഇടതുഭാഗത്ത് നരകവും ഉള്ളതായി എൻ്റെ പിൻഭാഗത്ത് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം ഉള്ളതായി ഞാൻ കാണും. ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഞാൻ കരുതും. ഭയവും പ്രതീക്ഷയും എൻ്റെ മനസ്സിൽ ഉടലെടുക്കും. അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് തക്ബീറുകളിൽ ഞാൻ ദൃഢമാക്കും. തർത്തീലായി ഖുർആൻ ഞാൻ പാരായണം ചെയ്യും. വളരെ താഴ്മയോടെ ഞാൻ റുക്കൂയിലായി അള്ളാഹുവിൻ്റെ മുൻപിലും കുനിയും. വളരെ ഭക്തിയോടെ റബ്ബിന് ഞാൻ സുജൂദ് ചെയ്യും. വലതുകാലിൻ്റെ തള്ളവിരൽ നാട്ടി ഇടതുകാലിൻ്റെ പള്ളയിൽ ഭയഭക്തിയോടെ ഞാനിരിക്കും. എനിക്കറിയില്ല എൻ്റെ നാഥൻ എന്നിൽ നിന്നും സ്വീകരിക്കപ്പെടുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് ഇതേപോലെയുള്ള ഭയവും ഭക്തിയും അള്ളാഹുവിനോടുള്ള ആരാധനയും വരാറുണ്ടോ? ഞാനും നിങ്ങളും ചിന്തിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. നിസ്കാരം ഇസ്ലാമിൻ്റെ ഫർളാണ്. മതത്തിൻ്റെ പ്രധാന തൂണുമാണ്. തഖ്വയുടെ കവാടമാണ്. നിഷ്കളങ്ക ഈമാനിന് സഹായിയാണ്. നേർമാർഗത്തിൻ്റെ സൂര്യനാണ്. വിജയത്തിനുള്ള നക്ഷത്രങ്ങളാണ്. ഈമാനിൻ്റെ പ്രകാശമാണ്. എല്ലാ നന്മകളും ലഭിക്കാൻ കാരണമാണ്. മുസ്ലിമിൻ്റെ അടയാളമാണ്. സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ച് അഴുക്കിൽ നിന്നും ശുദ്ധി വരുത്തും പ്രകാരം നിസ്കാരം ദോഷങ്ങളിൽ നിന്നും മനുഷ്യനെ ശുദ്ധീകരിക്കും. അള്ളാഹുവിൻ്റെ കോപത്തെ അത് തണുപ്പിക്കും. അത് പതിവാക്കിയാൽ സിദ്ദീഖീങ്ങളുടെ പദവിയിലേക്ക് എത്തിച്ചേരും. ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞു വീഴും പ്രകാരം നിസ്കരിക്കുന്നവൻ്റെ ദോഷങ്ങൾ കൊഴിഞ്ഞു വീഴും ഇൻഷാ അല്ലാഹ്. നിസ്കാരമാണ് അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക. നിസ്കരിച്ചവൻ റഹ്മത്തിൻ്റെ നിഴലിലാകും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? റബ്ബ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഭയഭക്തിയോടെ നിസ്കരിക്കാൻ, അതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.